കർഷകർക്ക് മുന്നിൽ കീഴടങ്ങി കേന്ദ്രം. ഒരു വർഷത്തോളം നീണ്ട കർഷക സമരത്തിനൊടുവിൽ വിവാദമായ 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. കർഷകക്ഷേമം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ 3 നിയമങ്ങളുടെയും ഉദ്ദേശ്യശുദ്ധി ഒരു വിഭാഗം കർഷകർ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നിയമങ്ങൾ പിൻവലിക്കുന്നതെന്ന് തീരുമാനം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. നിയമങ്ങൾ പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ കർഷകരോട് ക്ഷമ ചോദിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നിയമങ്ങൾ പിൻവലിക്കേണ്ടി വരുന്നതിലെ അസംതൃപ്തി വ്യക്തമാക്കിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ഒരു വിഭാഗം കർഷകർ ഉൾക്കൊണ്ടില്ലെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുകയായിരുന്നു നിയമങ്ങളുടെ ലക്ഷ്യം. വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ സർക്കാർ സാധിക്കുന്നത് ചെയ്തു. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ എന്നിട്ടും തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് നിയമങ്ങൾ പിൻവലിക്കുന്നത്. ആജ് ഗുരു നാനക് ദേവ് ജി കാ പവിത്ര പ്രകാശ് पर्व है. ये समय किसी को भी दोष देने का नहीं है. आज मैं आपको, पूरे देश को ये बताने आया हूं कि हमने 3 कृषि कानूनों को वापस लेने का, रिपील करने का निर्णय लिया है. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ 3 നിയമങ്ങളും റിപ്പീൽ ചെയ്യാനുള്ള ബിൽ അവതരിപ്പിക്കും. ഒരു ചുവട് പിന്മാറാനാണ് നരേന്ദ്രമോദി സർക്കാർ കാർഷിക നിയമങ്ങൾ പിൻവലിച്ച് തയ്യാറായിരിക്കുന്നത്. ഈ പിന്മാറ്റത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഡൽഹിയിലെ ഗാസിപൂരിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങലിൽ കർഷകരെ അഭിനന്ദിച്ച് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ. സത്യവും നീതിയും അഹിംസയും വിജയിച്ച ദിനമെന്ന് സോണിയാഗാന്ധി. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ പോരാട്ട വിജയമെന്ന് സീതാറാം യെച്ചൂരി. വർഗസമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഹങ്കാരം മുട്ടികുത്തിയെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണം. നിയമം പിൻവലിച്ചെങ്കിലും BJPയുമായി ഇനി സഖ്യമില്ലെന്ന് ശിരോമണി അകാലിദൾ വ്യക്തമാക്കി. ധാർഷ്ട്യം കർഷകരുടെ സത്യാഗ്രഹത്തിന് മുന്നിൽ മുട്ടുമടക്കി. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് രാഹുൽ ഗാന്ധിയുടേതായിരുന്നു ആദ്യ പ്രതികരണം. ധീരമായി പോരാടി വിജയിച്ച കർഷകർക്ക് അഭിവാദ്യമർപ്പിച്ച സീതാറാം യെച്ചൂരി കേന്ദ്ര സർക്കാരിന്റെ പ്രചരണ വേല കൊണ്ട് ജനരോഷത്തെ മറികടക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. So we are saying that this is the demand that the CPIM has first raised. I mean, I had written to the Prime Minister when I was an MP, that's some years ago, saying that this new law should be enacted to the legal right to sell at MSP to all Kisans for all crops. ഏകാധിപത്യ ഭരണാധികാരികളുടെ ധാർഷ്ട്യം പരാജയപ്പെട്ടെന്നും അന്നദാതാക്കൾ വിജയിച്ചെന്നും സോണിയാഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാനുള്ള തീരുമാനം വന്നതിന്റെ പേരിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തീരുമാനം അതിന്റെ പേരിലായിരിക്കും. പക്ഷേ എന്തിന്റെ പേരിലായാലും ഒരു വർഷം വൈകിയാണെങ്കിലും ഈ സമരത്തിന് കീഴടങ്ങേണ്ടി വന്നു സർക്കാർ എന്നുള്ളത് ഉജ്ജ്വലമായിട്ടുള്ള ജനാധിപത്യത്തിന്റെ വിജയമായിട്ടേ കാണാൻ കഴിയും. വർഗസമരങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഏടാണ് കർഷകർ രചിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നവലിബറൽ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ വിജയമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. നവലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടവും ചെറുത്തുനിൽപ്പും ആ നയങ്ങൾ തിരുത്താൻ ഏത് സ്വേച്ഛാധിപതിയെയും പ്രേരിപ്പിക്കും എന്നതിന്റെ ഒരു തെളിവാണ് ഇത്. രാജ്യത്തിന്റെയും കർഷകരുടെയും താൽപര്യം മുൻനിർത്തി പ്രധാനമന്ത്രി എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പ്രതികരിച്ചു. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ വിജയിക്കുമെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ട്വിറ്ററിൽ കുറിച്ചു. അഹങ്കാരം മുട്ടുമടക്കിയെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണം. ചർച്ചകളിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിക്കാനായില്ല. അതിനാലാണ് കാർഷിക നിയമങ്ങൾ റദ്ദാക്കാൻ തീരുമാനിച്ചതെന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെ വിശദീകരണം. 24 ഡൽഹി. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലും കർഷകർ പിന്നോട്ടില്ല. ഐതിഹാസിക സമരം വിജയിച്ചെങ്കിലും രേഖാമൂലമുള്ള അറിയിപ്പ് ലഭിക്കും വരെ പ്രക്ഷോഭം തുടരാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതടക്കം കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയാകും സമരം. പാർലമെന്റിൽ നിയമം പിൻവലിക്കും വരെ അതിർത്തികളിൽ സമരം തുടരാനാണ് തീരുമാനം. കർഷക സമരം കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള പ്രതിഷേധമായി വഴിമാറിയതോടെ
കർഷക സംഘടനകളും തൊഴിലാളി സംഘടനകളും സമരത്തിന്റെ ഭാഗമായിരുന്നു. മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതിനൊപ്പം വൈദ്യുതി ഭേദഗതി ബിൽ, ലേബർ കോഡ് എന്നിവ പിൻവലിക്കുക എന്ന ആവശ്യവും ശക്തമായി ഉയർത്തും. സമരം നിർണായക വിജയം നേടിയ സാഹചര്യത്തിൽ വൈകാതെ സംയുക്ത കിസാൻ മോർച്ച യോഗം ചേർന്ന് ഭാവി തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഇത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സമരം എന്നുള്ളതിൽ നിന്ന് മാറി ഈ വരുന്ന ദിവസങ്ങളിൽ രാജ്യത്താകെയുള്ള കർഷകരുടെയും തൊഴിലാളികളുടെയും അതുപോലെ തന്നെ തൊഴിലാളി കർഷക ഐക്യത്തിൻ്റെയും അടിസ്ഥാനത്തുള്ള സമരമായി മാറും. അതിലും വളർന്ന് കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരായ ബഹുജനങ്ങളുടെ ഐക്യമായി ഇത് മാറും. ഒരു ജനങ്ങളുടെ മുന്നണി രൂപപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വികൽപ്പ് അല്ലെങ്കിൽ ഒരു ബദൽ രൂപപ്പെട്ടു വരുന്നത് തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ സമരങ്ങളിലൂടെയായിരിക്കും. സമരത്തിന്റെ സ്വഭാവം മാറ്റാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിലടക്കം മഹാപഞ്ചായത്തുകൾ തുടരണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം കർഷകർ ഉയർത്തുന്നത്. വിജയത്തിൽ അമിതാവേശമോ വെല്ലുവിളികളോ ഇല്ല. സമരത്തിൽ ഇതുവരെ തുടർന്ന മിതത്വം എല്ലാ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ നിലനിർത്താനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഗാസിപ്പൂരിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. ഒരു വർഷത്തോളം നീണ്ട കർഷക സമരത്തിനൊടുവിലാണ് ഈ വിവാദമായ 3 നിയമങ്ങളും പിൻവലിക്കുമെന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത്. അതിനിടയിൽ ഒട്ടേറെ സമരങ്ങളുണ്ടായി, ഒട്ടേറെ ചർച്ചകൾ നടന്നു. ഇതിന്റെ നാൾ വഴിയാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പ്രഖ്യാപനം, പുതിയ കർഷക നിയമം സംബന്ധിച്ച സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടായത് 2020-ലാണ്. 2020 ജൂൺ മാസം 5-ന് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇനി അത് നിയമവഴിയിലേക്ക് പോവുകയായിരുന്നു. 2020 സെപ്റ്റംബർ 17-ന് ലോക്സഭയിൽ സുപ്രധാനമായ ആ പ്രഖ്യാപനം അത് പാസാക്കുന്നു ലോക്സഭയിൽ. പിന്നീട് രാജ്യസഭയിലേക്കും ആ ബില്ലെത്തുന്നു, അവിടെയും അത് പാസ്സാക്കുന്നുണ്ട്. 2020 സെപ്റ്റംബർ 20-നാണ് രാജ്യസഭയും കടന്ന് ഇത് നിയമമായി മാറുന്നത്. 2020 സെപ്റ്റംബർ 25-ഓടെ രാജ്യവ്യാപക കർഷക പ്രതിഷേധം ആരംഭിക്കുന്നു. കർഷകർ ഒന്നടങ്കം പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് ചർച്ചകളുടെ കാലഘട്ടമായിരുന്നു. 2020 ഡിസംബർ 3-ന് കർഷക പ്രതിനിധികളുമായി സർക്കാരിന്റെ ആദ്യവട്ട ചർച്ച. ആ ചർച്ചയാകട്ടെ പരാജയപ്പെട്ടു. നിയമം പിൻവലിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള ആ സുപ്രധാന നിലപാട് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചില്ല. അങ്ങനെ ആദ്യവട്ട ചർച്ച പരാജയപ്പെടുന്നു. 2020 ഡിസംബർ 9-ലേക്ക് എത്തുമ്പോൾ ഇക്കാര്യത്തിൽ ഭേദഗതികളാകാം എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയാണ്. അപ്പോഴും കർഷകർ വഴങ്ങുന്നില്ല. ഈ 3 നിയമങ്ങളും പിൻവലിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെ കർഷകർ ആ ചർച്ചയിലും ആവർത്തിക്കുന്നതാണ് രാജ്യം കണ്ടത്. അതിനുശേഷം ഏറ്റവും സുപ്രധാനമായ സംഭവം ഉണ്ടാകുന്നത് 2021-ലാണ്. ജനുവരി 26-ാം തീയതി ട്രാക്ടർ പരേഡിനിടെ സംഘർഷമുണ്ടാകുന്നു. പോലീസുമായി കർഷകർ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. റെഡ് ഫോർട്ടിന് മുന്നിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. അതൊക്കെ അന്ന് രാജ്യം കണ്ടതാണ്. ആ സംഘർഷത്തിനിടെയാണ് ട്രാക്ടർ മറിഞ്ഞൊരു കർഷകൻ മരിച്ചതും. അതിനുശേഷം 2021 ജൂൺ 5-ലേക്ക് എത്തുമ്പോൾ, അതായത് സമരം തുടങ്ങിയതിന്റെ ഇതുമായി ബന്ധപ്പെട്ട വാർഷിക ദിനത്തിൽ സമ്പൂർണ്ണ ക്രാന്തികാരി ദിവസം എന്നുള്ള നിലയ്ക്ക് കർഷകരുടെ ഭാഗത്തുനിന്ന് അത് ആചരിക്കുകയാണ് ഉണ്ടായത്. 2021 ഓഗസ്റ്റ് 7-നാകട്ടെ ഈ സമരത്തിൽ പിന്തുണയുമായ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യക്ഷത്തിൽ തന്നെ എത്തുന്നു. അതുവരെ സമരവേദികളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ ആ നിലയ്ക്ക് പ്രാതിനിധ്യം ഉറപ്പിച്ച് പങ്കെടുപ്പിക്കാൻ കർഷകർ തയ്യാറായിരുന്നില്ല. 2021 ഓഗസ്റ്റ് 7-ലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പരസ്യ പിന്തുണയുമായി എത്തുകയാണ് സമരത്തിന്. 2021 ഓഗസ്റ്റ് 28-ന് ഹരിയാനയിലെ കർണാലിൽ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടാകുന്നു കർഷക പ്രക്ഷോഭത്തിന് നേരെ. 2021 സെപ്റ്റംബർ 5-നാണ് ഉത്തർപ്രദേശിൽ BJP സർക്കാരിനെതിരെ കർഷകരുടെ ശക്തി പ്രകടനം ഉണ്ടായതും രാജ്യം ശ്രദ്ധിച്ച പ്രതിഷേധ പ്രകടനമായത് മാറുകയും ചെയ്തു. 2021 ഒക്ടോബർ 3-നാണ് ലഖിംപൂർ ഖേരിയിലെ ആ സംഭവം ഉണ്ടാകുന്നത്. കർഷകർക്ക് നേരെ കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയുടെ വാഹനം ഇടിച്ചു കയറുന്ന ആ സംഭവം ഉണ്ടാകുന്നത്. 4 കർഷകരടക്കം 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയതായിരുന്നു. സുപ്രീം കോടതിയുടെ അടക്കം ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായി എന്ന് കൂടി ഓർക്കുക. അതിനുശേഷമാണ് ഇന്ന് സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. നിയമങ്ങൾ പിൻവലിക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം. കാർഷിക നിയമങ്ങൾ പിൻവലിച്ച് BJP വിതയ്ക്കുന്നത് രാഷ്ട്രീയ മോഹങ്ങളാണ്. വരുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇതുവഴി നേട്ടം കൊയ്തെടുക്കാമെന്നാണ് BJP കരുതുന്നത്. നിയമങ്ങളുടെ ലക്ഷ്യം തെറ്റായിരുന്നില്ല എന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചതും കർഷകരോട് ക്ഷമ ചോദിച്ചതും ഈ സാഹചര്യത്തിലാണ്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണ്ണൊരുങ്ങുകയാണ്. മറ്റെന്ത് വിഷയമുയർത്തിയാലും പിന്നണിയിൽ കർഷകർ ഉയർത്തുന്ന പ്രതിഷേധം BJPക്ക് ബുദ്ധിമുട്ടാകും. സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കിയ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കാൻ തയ്യാറായത് ഈ സാഹചര്യത്തിൽ തന്നെ. മികച്ച തിരഞ്ഞെടുപ്പ് വിജയമുണ്ടാക്കാൻ ആവനാഴിയിൽ സൂക്ഷിച്ച അവസാന അസ്ത്രമാണ് കാർഷിക നിയമങ്ങൾ പിൻവലിച്ച് BJP എഴുതിയിരിക്കുന്നത്. കർഷകരോട് ക്ഷമ ചോദിക്കുക വഴി ഉദ്ദേശത്തിൽ വൈകാരികമായ ഒരു രാഷ്ട്രീയ ചേരുവ കൂടി പ്രധാനമന്ത്രി ചേർത്തു. साथियों,
मैं आज देशवासियों से क्षमा मांगते हुए सच्चे मन से और पवित्र हृदय से कहना चाहता हूं कि शायद हमारी तपस्या में ही कोई कमी रही होगी, जिसके कारण दिए के प्रकाश जैसा सत्य कुछ किसान भाइयों को हम समझा नहीं पाए. അമരേന്ദ്ര സിംഗിന് ബി.ജെ.പി. പാളയത്തിലേക്ക് മുൻവാതിലൂടെ പ്രവേശിക്കാൻ കാർഷിക നിയമങ്ങളാണ് തടസ്സമായി നിന്നത്. ഇവ പിൻവലിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ ആ കടമ്പ ക്യാപ്റ്റൻ കടന്നു. പഞ്ചാബിലെ ഗോതമ്പ് പാടങ്ങളിൽ ഇതോടെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം വിളയുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. ഉത്തർപ്രദേശിൽ 100-ലധികം സീറ്റുകൾ നഷ്ടമാകുന്ന സാഹചര്യവും ഉത്തരാഖണ്ഡിൽ ഭരണത്തിൽ മടങ്ങിയെത്താനുള്ള വെല്ലുവിളിയും ഈ തീരുമാനം വഴി മറികടക്കാനാകുമെന്നും ബി.ജെ.പി. കരുതുന്നു. നിയമങ്ങളുടെ ലക്ഷ്യം തെറ്റായിരുന്നു എന്ന് ഒരിടത്തും പ്രചരണത്തിൽ ബി.ജെ.പി. സമ്മതിക്കില്ല. മറിച്ച് കർഷകക്ഷേമം ഉറപ്പാക്കാനുള്ള തങ്ങളുടെ ശ്രമം അട്ടിമറിക്കപ്പെട്ടു എന്ന ഇരവാദമാകും കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും ഉന്നയിക്കുക. ഒരു ചുവട് പിന്മാറാനാണ് നരേന്ദ്രമോദി സർക്കാർ കാർഷിക നിയമങ്ങൾ പിൻവലിച്ച് തയ്യാറായിരിക്കുന്നത്. ഈ പിന്മാറ്റത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഡൽഹിയിലെ ഗാസിപൂരിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. ഇന്ത്യ കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ സമരങ്ങളിൽ ഒന്നിനാണ് ഇപ്പോൾ വിജയം കണ്ടത്. കൊടും തണുപ്പും വെയിലും മഴയുമേറ്റ് 363 ദിവസം സമരം നീണ്ടത് കർഷകരുടെ ചങ്കുറപ്പൊന്നുകൊണ്ട് മാത്രമാണ്. 2020 സെപ്റ്റംബറിൽ കാർഷിക ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഹരിയാനയിലും ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഗ്രാമങ്ങളിൽ സമരം തുടങ്ങിയിരുന്നു. 2020 നവംബർ 26-നാണ് ഡൽഹിയുടെ അതിർത്തികളിലേക്ക് കർഷകർ സമരം വ്യാപിപ്പിച്ചത്. ഒരു വർഷത്തിനുമേൽ നീളുന്ന സമരം. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ഒറ്റവാശിയിലായിരുന്നു കർഷകർ. പ്രതിപക്ഷ കക്ഷികളെ നിഷ്പ്രഭമാക്കി കർഷകർ യഥാർത്ഥ പ്രതിപക്ഷമായി. ഇക്കാലയളവിൽ വാഗ്ദാനങ്ങൾ പലതും നൽകി കർഷകരെ വശത്താക്കാൻ സർക്കാർ പലവട്ടം ശ്രമിച്ചു. മഹാമാരിയിൽ ഉത്തരേന്ത്യ തളർന്നപ്പോഴും പോരാട്ട വീര്യത്തോടെ കർഷകർ തെരുവിലും വഴിയോരങ്ങളിലും ഉറച്ചുനിന്നു. കൊടും തണുപ്പിലും മഴയിലും വെയിലിലും പതറിയില്ല. ഇപ്പോഴത്തെ സർക്കാർ തീരുമാനം കർഷകരുടെ വിജയമായി ഇവർ കാണുന്നു. ബാക്കി പ്രധാനമന്ത്രി ने हमको अब किसान मान लिया. पहले लोकसभा में हम किसान लोगों को उन्होंने बोल दिया था परजीवी आंदोलन जीवी. अरे देश को प्रधानमंत्री को ऐसा नहीं बोलना चाहिए था. अब किसानों को हमें किसान मान लिया है. बस इतनी थोड़ी सी वो है. സമരത്തോട് സർക്കാർ നിസ്സംഗത കാട്ടിയപ്പോഴാണ് 2021 ജനുവരി 26-ന് പാർലമെന്റിലേക്ക് ട്രാക്ടർ റാലി നടത്തിയത്. ഇതിനിടയിൽ സമരത്തിൽ പങ്കെടുത്ത 700ഓളം കർഷകർ രക്തസാക്ഷികളായെന്നാണ് കർഷക സംഘടനകളുടെ കണക്ക്. നിയമം ഔദ്യോഗികമായി പിൻവലിക്കാതെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചുപോക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോഴും ഇവർ. अगर ये प्रधानमंत्री ने आज कुछ कहा कि ये सुनने में आया है हमारे, हमको यकीन नहीं उस बात पर. इतना लिख तम्मा नहीं देंगे, MSP पे मतलब लिख कर नहीं देंगे, इतना घर वापस नहीं जाने के. ജയ് ജവാൻ ജയ് കിസാൻ വിളികളോടെയാണ് കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനത്തെ ഇവർ സ്വാഗതം ചെയ്തത്. യാതനകൾ നിറഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് വിജയത്തിന്റെ ഈ ദിവസം ഇവരെ തേടിയെത്തിയത്. ഗാസിപൂരിൽ നിന്നും ലെൻസി ജോസഫ്, 24. കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കാനൊരുങ്ങുമ്പോൾ കേരളത്തിനും അഭിമാനിക്കാം. നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം പ്രമേയം പാസാക്കിയ നിയമസഭ കേരളത്തിലേതാണ്. ഏകകണ്ഠമായാണ് നിയമസഭ കഴിഞ്ഞ വർഷം ഡിസംബർ 31-ന് പ്രമേയം പാസാക്കിയത്. കേന്ദ്ര കാർഷിക നിയമ ഭേദഗതിക്കെതിരെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കാനൊരുങ്ങിയപ്പോൾ നെറ്റിച്ചുളിച്ചവരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമുണ്ടായിരുന്നു. കേരളത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമല്ലിതെന്നായിരുന്നു ഗവർണറുടെ നിലപാട്. കേന്ദ്ര നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കാൻ ഡിസംബർ 23-ന് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന സർക്കാർ ശുപാർശയിൽ ഗവർണർ കൂടുതൽ വിശദീകരണം തേടിയതും വിവാദമായിരുന്നു. പിന്നീടാണ് ഡിസംബർ 31-ന് സഭ വിളിച്ചു ചേർക്കാൻ ഗവർണർ അനുമതി നൽകിയത്. മുഖ്യമന്ത്രിയായിരുന്നു കാർഷിക നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചത്. രാജ്യത്തിൻ്റെ നട്ടെല്ലായ കർഷകർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഈ 3 വിവാദ നിയമങ്ങളും റദ്ദാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രമേയത്തിൽ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കണമെന്ന KC ജോസഫിന്റെ ഭേദഗതി സഭ ശബ്ദ വോട്ടോടെ തള്ളിയിരുന്നു. BJPയുടെ ഏക അംഗമായിരുന്ന O രാജഗോപാൽ പ്രമേയത്തെ എതിർത്ത് വോട്ട് ആവശ്യപ്പെട്ടതുമില്ല. കാർഷിക നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ തുടക്കമിട്ട പ്രമേയം പാസാക്കൽ പിന്നീട് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ മാതൃകയാക്കുകയും ചെയ്തിരുന്നു. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം.
മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിള്ളൽ ഉണ്ടായിട്ടില്ലെന്ന് തമിഴ്നാട്. പരമാവധി ജലനിരപ്പ് 142 അടിയാക്കാൻ അനുവദിക്കണമെന്നും സത്യവാങ്മൂലം. മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാട് പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. അന്തിമ റൂൾ കർവ് തയ്യാറായിട്ടില്ലെന്ന കേരളത്തിന്റെ വാദം തെറ്റെന്നും തമിഴ്നാട് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തമിഴ്നാട് വ്യക്തമാക്കുന്നത്? ഉന്മേഷ്, മുൻപ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് റിജോയിൻഡർ ആയിട്ടാണ് ഇപ്പോഴത്തെ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. പുതിയ വാദങ്ങളാണ് തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില ഹർജികളിൽ അവിടെ ഉണ്ടായ ചെറിയ ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് വിള്ളൽ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ഈ വാദത്തെയാണ് തമിഴ്നാട് പ്രധാനമായും എതിർക്കുന്നത്. ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഒരു സ്ഥലത്തും അങ്ങനെ അണക്കെട്ടിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിള്ളലുണ്ട് എന്നത് കണ്ടെത്തിയിട്ടില്ല. ഭൂകമ്പം കാരണം അണക്കെട്ടിന് ഒരു കേടുപാടും വന്നതായും വിവരമില്ല. ഈ വിവരങ്ങൾ ശാസ്ത്രീയമാണ് എന്നിരിക്കെ ഇതിന് ഈ നിരക്കാത്ത രീതിയിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. റൂൾ കർവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും തമിഴ്നാട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അന്തിമ റൂൾ കർവ് തയ്യാറാക്കിയിട്ടില്ല എന്ന കേരളത്തിന്റെ വാദമാണ് തമിഴ്നാട് തള്ളുന്നത്. അന്തിമ റൂൾ കർവ് തയ്യാറാക്കിയിട്ടുണ്ട്. തമിഴ്നാട് തയ്യാറാക്കിയ റൂൾ കർവ് കേന്ദ്ര ജല കമ്മീഷൻ പരിശോധിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി അത് അന്തിമ റൂൾ കർവായി മാറിയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കും ആ റൂൾ കർവ് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റൂൾ കർവിനെ അന്തിമ റൂൾ കർവായി തന്നെ പരിഗണിച്ചേ മതിയാകൂ. അത് പ്രത്യേക ഒരു വിജ്ഞാപനത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് തമിഴ്നാട് സ്വീകരിച്ചിരിക്കുന്ന വാദം. ഇതാണ് സത്യവാങ്മൂലത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരി, രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുക്കിയിട്ടും ജലനിരപ്പ് 2399.54 അടിയായി ഉയർന്നു. വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140.80 അടിയായി താഴ്ന്നു. ഇതോടെ ഇന്നലെ തുറന്ന 4 സ്പിൽവേ ഷട്ടറുകളിൽ 3 തമിഴ്നാട് അടച്ചു. ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇന്നലെ വൈകിട്ട് മുതൽ മഴ പെയ്യുന്നുണ്ട്. ഇതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി. ചെറുതോണി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്ന് 40,000 ലിറ്റർ വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകളിലൂടെ പുറത്തേക്കൊഴുക്കിയ വെള്ളം കൂടി ഇടുക്കിയിലേക്കെത്തിയതോടെ ജലനിരപ്പ് ഉയർന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും തീവ്രമഴ ഇല്ലാത്തതിനാൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ സാധ്യതയില്ലെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ അപ്പർ റൂൾ കർവ് പരിധിയായ 2400.03 അടി വരെ വെള്ളം സംഭരിക്കാം. അടിയന്തര സാഹചര്യമുണ്ടായാൽ 100 ഘനയടി വെള്ളം വരെ പുറത്തേക്കൊഴുക്കാനുള്ള അനുമതിയുമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 140.80 അടിയായി. ഡാമിലേക്കുള്ള നീരൊഴുക്കും ശക്തമല്ല. നിലവിൽ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. തമിഴ്നാട് പരമാവധി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ജലനിരപ്പ് റൂൾ കർവ് പരിധിയായ 141 അടിയിലും താഴെയെത്തിയതിനാൽ തുറന്നിരിക്കുന്ന ഒരു ഷട്ടർ ഉടൻ അടയ്ക്കാനുള്ള സാധ്യതയുമുണ്ട്. 24 ഇടുക്കി. തീവ്ര ന്യൂനമർദ്ദം കരതൊട്ടതോടെ ശക്തമായ മഴയ്ക്ക് ശമനമായെങ്കിലും ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി തുടരുകയാണ്. തമിഴ്നാട് വെല്ലൂരിൽ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണ് 9 പേർ മരിച്ചു. ആന്ധ്രാപ്രദേശിലെ 3 ജില്ലകളിൽ പ്രളയം തുടരുകയാണ്. പുതുച്ചേരിയിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്. ശക്തമായ മഴയ്ക്ക് തമിഴ്നാട്ടിൽ ശമനമുണ്ട്. എന്നാൽ കൃഷ്ണഗിരി, വെല്ലൂർ, ധർമ്മപുരി, തിരുപ്പത്തൂർ, ഈറോഡ്, സേലം ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടാണ് വെല്ലൂരിൽ 9 പേരുടെ ജീവനെടുത്തത്. 9 പേർക്ക് പരിക്കേറ്റു. 5 സ്ത്രീകളും 4 കുട്ടികളുമാണ് മരിച്ചത്. വെല്ലൂർ ഗുഡിയാത്തം പേരണംവെട്ടിൽ ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ഗുഡിയാത്തം സർക്കാർ ആശുപത്രിയിലും വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വെള്ളക്കെട്ട് വർദ്ധിച്ചതിനെ തുടർന്ന് ഇവിടെ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ റവന്യൂ വകുപ്പ് കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവർ തയ്യാറായിരുന്നില്ല. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിൽ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം ചിറ്റൂർ, നെല്ലൂർ, കടപ്പ ജില്ലകളിൽ തുടരുകയാണ്. തിരുമലയിലേക്കുള്ള റോഡിലെ തടസ്സങ്ങൾ നീങ്ങിയതോടെ അവിടെ കുടുങ്ങിയിരുന്ന തീർത്ഥാടകരെ പുറത്തെത്തിച്ചു. നാരായണഗിരിയിൽ തീർത്ഥാടകർ തങ്ങിയിരുന്ന കെട്ടിടത്തിന്റെ 3 മുറികൾ തകർന്നു. ആളപായമില്ല. പാപാഗ്നി, സ്വർണ്ണമുഖി, ഗാർഗയി നദികൾ കരകവിഞ്ഞു. പട്ടൂര്, രാമപുരം തുടങ്ങി നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. നീരൊഴുക്ക് കൂടിയതിനെ തുടർന്ന് തുംഗഭദ്ര അണക്കെട്ടിന്റെ 12 ഷട്ടറുകൾ തുറന്നു. തിരുപ്പതി അന്താരാഷ്ട്ര വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. സംസ്ഥാനത്ത് മഴ കുറഞ്ഞെങ്കിലും പ്രളയം തുടരുകയാണ്. പുതുച്ചേരിയിലും ദുരിതം തീരുന്നില്ല. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. ഇന്നലെ രാത്രി 7 മണിവരെ 15.1 സെന്റിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. മാലാറ്റാർ നദിയിൽ വീണ് ഒരാൾ മരിച്ചു. 62 കുടിലുകളും 27 വീടുകളും പൂർണ്ണമായും തകർന്നു. പുതുച്ചേരി നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. 24 ചെന്നൈ. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ കുട്ടിയെ വിചാരണ ചെയ്ത സംഭവത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ ചോദ്യങ്ങളാണ് പോലീസിന് നേരിടേണ്ടി വന്നത്. എന്തൊക്കെയാണ് പോലീസിനെതിരെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയർന്ന ചോദ്യങ്ങളെന്ന് നോക്കാം. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ സുപ്രധാനമായ ചോദ്യങ്ങളാണ്.
ഏറ്റവും സുപ്രധാനമായ ചോദ്യം എന്ത് നടപടി സ്വീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ പോലീസ് തല അന്വേഷണം നടന്നതും റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതുമൊക്കെ ഓർമ്മയുണ്ടാകാം. എന്ത് നടപടി ഉണ്ടായെന്നതും ഓർമ്മിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചോദ്യങ്ങൾ ശ്രദ്ധേയമാണ്. ഈ പെൺകുട്ടിയാണ് ഹൈക്കോടതിയെ ഹർജിയുമായി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥ നിലവിൽ സർവീസിലുണ്ടോ എന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഫോൺ നഷ്ടമായതുമായി ബന്ധപ്പെട്ട് എന്തിനായിരുന്നു കുട്ടിയോടുള്ള ഈ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾ എന്നാണ് ഹൈക്കോടതി ചോദിച്ച മറ്റൊരു ചോദ്യം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള നിർദ്ദേശം കൂടി സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നു. കോടതി ഈ കേസ് വീണ്ടും ഈ മാസം 29 പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയത്. 24 വാർത്ത തുടരുകയാണ്. നമ്മളിനി പോകുന്നത് സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിലേക്കാണ്. ആരോഗ്യവകുപ്പിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് 5754 പേർക്കാണ്. രോഗമുക്തി നോക്കുക 6489 ഇന്നത്തെ കണക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.05 പരിശോധിച്ച സാമ്പിളുകൾ 63534. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 61,348 ആയിരിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 37 ആരോഗ്യ പ്രവർത്തകർക്കാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, സംസ്ഥാനത്ത് ഇന്ന് പ്രതിദിന രോഗബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തർ ഉണ്ടായ ഒരു ദിവസമാണ്. 5754 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 6489 പേർ രോഗമുക്തരാകുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,534 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.05%. എറണാകുളത്ത് മാത്രമാണ് 1000-ന് മുകളിൽ രോഗബാധിതരുള്ളത്. എറണാകുളത്ത് 1109 പേർക്കാണ് കോവിഡ് ബാധ കഴിഞ്ഞ 24 മണിക്കൂറിടെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു നിന്ന് വന്ന 25 പേർ രോഗബാധിതരായിട്ടുണ്ട്. സംസ്ഥാനത്തെമ്പാടുമായി 37 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ നിലവിൽ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ ആകെ എണ്ണം 61,348 പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണനിരക്കുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്ത് സർക്കാർ സ്ഥിരീകരിച്ച ഔദ്യോഗിക കോവിഡ് മരണപ്പട്ടിക അല്ലെങ്കിൽ മരണം അത് 37,000 കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 49 മരണങ്ങൾ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി. അതിനു പുറമെ അപ്പീലിലൂടെ 155 മരണങ്ങൾ കൂടി ഇന്ന് കോവിഡ് പട്ടികയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 37,051 6489 പേർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. ശരി, അലക്സ് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എം വി ശ്രേയാംസ്കുമാർ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞില്ലെങ്കിൽ LJD പിളരുമെന്ന സൂചനയുമായി വിമത നേതാക്കൾ. ജനറൽ സെക്രട്ടറിമാരായ ഷെയ്ഖ് പി ഹാരിസും വി സുരേന്ദ്രൻപിള്ളയും LDF നേതാക്കളെ നേരിൽ കണ്ട് നിലപാട് അറിയിച്ചു. നാളത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ വിമതർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് എം വി ശ്രേയാംസ്കുമാർ വ്യക്തമാക്കി. യഥാർത്ഥ LJD തങ്ങളാണെന്ന വാദവുമായാണ് ജനറൽ സെക്രട്ടറിമാരായ ഷെയ്ഖ് പി ഹാരിസും വി സുരേന്ദ്രൻപിള്ളയും AKG സെന്ററിലെത്തിയത്. LDF കൺവീനർ A വിജയരാഘവൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായും ചർച്ച നടത്തിയിരുന്നു. LJDയിലെ പ്രശ്നങ്ങൾ വിശദീകരിച്ച വിമത നേതാക്കൾ എം വി ശ്രേയാംസ്കുമാർ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്നതാണ് പ്രധാന ആവശ്യമെന്ന് അറിയിച്ചു. JDSുമായുള്ള ലയന സാധ്യതകൾ ഷെയ്ഖ് പി ഹാരിസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളി. ശ്രേയംസ് രാജിവെച്ചില്ലെങ്കിൽ എന്തെന്നതിൽ നാളെ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തെ സംബന്ധിച്ച് ശ്രേയംസ്കുമാറിന് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് നാളെ വരെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുമെന്ന് നോക്കട്ടെ. അതിനനുസരിച്ച് വീണ്ടും LDF നേതാക്കന്മാരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിമതരുടെ നീക്കം അച്ചടക്ക ലംഘനമാണെന്നും നാളത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടപടി ഉണ്ടാകുമെന്നും എം വി ശ്രേയംസ്കുമാർ. ജനാധിപത്യ പാർട്ടിയിലെ പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ പരിഹരിക്കേണ്ട രീതിയിൽ പറഞ്ഞു തീർക്കേണ്ടതാണ്. അതിനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. പക്ഷേ ചില ആൾക്കാർ അതിന് കൂട്ടാക്കിയില്ല. പാർട്ടിയുടെ വളരെ കുട്ടികൾക്ക് അവർ ചെയ്തത് അച്ചടക്ക ലംഘനമാണ്. കാരണം പരസ്യമായി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്നാലും പാർട്ടി കൊലീഗ്സ് നിലയ്ക്ക് ഞാനതിനെ അങ്ങനെ കാണുന്നു. നാളത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ ശക്തി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരു കൂട്ടരും. എം വി ശ്രേയംസ്കുമാർ സ്ഥാനമൊഴിയാൻ തയ്യാറായില്ലെങ്കിൽ പരസ്പരം പുറത്താക്കി പാർട്ടിയിലെ പിളർപ്പ് പൂർണ്ണമാകും. 24 തിരുവനന്തപുരം. കൊച്ചിയിലെ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹോട്ടലുടമ റോയ് വയലാറ്റിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി പോലീസ്. റോയ് മനഃപൂർവ്വം മോഡലുകൾക്ക് മദ്യവും മയക്കുമരുന്നും നൽകിയെന്നാണ് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. റോയ് വയലാറ്റ് ഉൾപ്പെടെ 6 പ്രതികൾക്കും കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ഇവരെ സംശയനിഴലിൽ തന്നെ നിർത്തുകയാണ് പോലീസ്. മോഡലുകൾക്ക് റോയ് മനഃപൂർവ്വം മദ്യവും മയക്കുമരുന്ന് നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യങ്ങൾ പുറത്തുവരാതിരിക്കാൻ ദൃശ്യങ്ങൾ നശിപ്പിച്ചു. ഒപ്പം ഹോട്ടലിലെ ലഹരി ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോയിയെയും കൂട്ടാളികളെയും പുതിയ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും.
നഷ്ടപ്പെട്ട ഹാർഡ് ഡിസ്ക് കണ്ടെത്താനുള്ള ശ്രമവും തുടരും. ഇതിനു പുറമെ പാർട്ടി ഹാളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ DJ പാർട്ടിയിൽ പങ്കെടുത്ത കൂടുതൽ വ്യക്തികളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം മോഡലുകളുടെ വാഹനം പിന്തുടർന്ന സൈജുവിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി ബിജി ജോർജിനാണ് അന്വേഷണ ചുമതല. അതേസമയം നമ്പർ 18 ഹോട്ടലിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുവെന്നാരോപിച്ച ബാർ ലൈസൻസ് പൂർണ്ണമായും റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട എക്സൈസിന് സ്വകാര്യ വ്യക്തികൾ പരാതി നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ പെയിന്റിംഗ് തൊഴിലാളി ആത്മഹത്യ ചെയ്തത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്നാണെന്ന് പരാതി. കോട്ടപ്പടി സ്വദേശി രമേശ് ഇക്കഴിഞ്ഞ 12-നാണ് ആത്മഹത്യ ചെയ്തത്. പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കോട്ടപ്പടി പരിയാരത്ത് രമേശിനെ ഒരാഴ്ച മുൻപാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന രമേശിന് കോവിഡിനെ തുടർന്ന് ജോലി കുറഞ്ഞതോടെയുണ്ടായ സാമ്പത്തിക പ്രയാസം മറികടക്കാൻ 6 മാസം മുമ്പ് കുടുംബ സുഹൃത്തിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. ഇത് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അരുൺ എന്നയാൾ ഭീഷണിപ്പെടുത്തിയതായി കുടുംബം പറയുന്നു. അരുൺ എന്ന് പറയുന്ന ചെക്കൻ്റെ കമ്പനിയെന്ന് പറഞ്ഞിട്ട് സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ വീട്ടിലേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി 300 രൂപ പലിശയ്ക്ക്. അങ്ങനെ അവർ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളും നമ്മൾ ഒരുപാട് കൊടുത്തു. പിന്നെ കൊറോണ ആയിട്ട് ജോലിയില്ല, അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നപ്പോൾ അത് പലിശ കൂടി വന്നു. 15-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ അച്ഛൻ ഉണ്ടായിട്ടും കാര്യമില്ല, ആങ്ങളുണ്ടായിട്ടും കാര്യമില്ല, മാമന്മാരുണ്ടായിട്ടും കാര്യമില്ലടി. 15-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ പൈസ കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് വളരെ മോശമായി പെരുമാറും. അപ്പം ഞാനും പിന്നെ കൂടുതലൊന്നും സംസാരിക്കാതെ ഞാനൊന്ന് ഫോൺ കട്ട് ചെയ്തു. പിന്നെ അച്ഛൻ്റെ വണ്ടി അവർ എടുത്തുകൊണ്ടതിന് ശേഷം അച്ഛൻ മാനസികമായിട്ട് വളരെ തകർന്നൊരവസ്ഥയിലായിരുന്നു. അച്ഛൻ അങ്ങനെയാണ് വണ്ടി കൊണ്ട് നടന്നിരുന്നത്. 5000 രൂപ കടം വാങ്ങിയവർക്ക് പലപ്പോഴായി 10300 രൂപ നൽകിയെന്നും കുടുംബം വ്യക്തമാക്കി. കോട്ടപ്പടി മേഖലയിൽ നിരവധി പേർ ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെ വലയിൽപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു. ഇവിടെ ഈ ഇങ്ങനെ ഒരു വലിയൊരു മാഫിയ സംഘം തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ലേഡീസ് പ്രവർത്തിക്കുന്നു, മറ്റൊരു ചെറിയ ആൾക്കാർ പ്രവർത്തിക്കുന്നു, വലിയ ഇത് അധികവും ഇത് പാവപ്പെട്ടവരെയും സാധാരണക്കാരെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. കാരണം ഇതിനൊരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ വേറൊരു സാധനം വാങ്ങിക്കാണ്ടാണ് ഈ 5000 രൂപ കൊടുക്കുന്നത്. അധികമായ പലിശ 500 രൂപയൊക്കെ പലിശ വാങ്ങിക്കുന്നു എന്നാണ് പറയണത്. രമേശിന്റെ ആത്മഹത്യയെ തുടർന്ന് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും രമേശിന്റെ വീട്ടുകാർ ആരോപിച്ചു. 24 തൃശൂർ. ചെങ്ങന്നൂരിൽ കുഞ്ഞിന് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. ഭർത്താവിന്റെ അച്ഛന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. മരിക്കും മുൻപ് യുവതി കാര്യങ്ങൾ തുറന്നു പറയുന്ന വീഡിയോയും പുറത്തുവിട്ടു. ഈ മാസം 8-ാം തീയതിയാണ് ചെങ്ങന്നൂർ ആല സ്വദേശിനിയായ 24-കാരി അതിഥി കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തത്. അതിഥിയുടെ ഭർത്താവ് 2 മാസം മുൻപ് കോവിഡ് ബാധിച്ചു മരിച്ചിരുന്നു. ഭർത്താവ് മരിച്ച മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ സംഭവത്തിലാണ് വഴിത്തിരിവ്. ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനമാണ് യുവതിയെ മരണത്തിലേക്ക് നയിച്ചതെന്ന് മരിച്ച അതിഥിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. മരിക്കും മുൻപ് അതിഥി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന വീഡിയോയും ആത്മഹത്യാക്കുറിപ്പും മാതാപിതാക്കൾ പുറത്തുവിട്ടു. ഞാൻ ഇന്ന് എന്തെങ്കിലും കടങ്കൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മായച്ചൻ ദാമോദരൻ തിരുമേനി കാരണവും എൻ്റെ നാത്തും ദുർഗയും കാരണമാണ്. അവർ രണ്ടുപേരും എനിക്ക് മാനസികമായിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, ഇപ്പോഴും ഉപദ്രവിക്കുന്നുണ്ട്. മരണത്തിന് ഉത്തരവാദി ഭർത്താവിന്റെ അച്ഛൻ ദാമോദരൻ പോറ്റിയും ഭർത്തൃവീട്ടുകാരുമാണെന്ന് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും വീഡിയോയിലും പറയുന്നു. മാനസിക പീഡനം സഹിക്കവയ്യാതെയാണ് മകൾ കടുംകൈ ചെയ്തതെന്ന് അതിഥിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ചെങ്ങന്നൂർ പോലീസ് വ്യക്തമാക്കി. 24 ആലപ്പുഴ. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് നിർത്തലാക്കിയത് സ്ഥിരീകരിച്ച് ഭക്ഷ്യമന്ത്രി GR അനിൽ. നിലവിൽ സൗജന്യ കിറ്റ് നൽകേണ്ട സാഹചര്യമില്ലെന്ന് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഭക്ഷ്യക്കിറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിലാണ് കേരളത്തിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ചത്. എന്നാൽ നിലവിലെ സാഹചര്യം ഗുരുതരമല്ലെന്നും ഈ സ്ഥിതിയിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരേണ്ടതില്ലെന്നുമാണ് സർക്കാർ തീരുമാനം. ഭക്ഷ്യമന്ത്രി GR അനിൽ തന്നെ ഇന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചു. കോവിഡിന്റെ ഒരു അന്തരീക്ഷത്തിൽ അതിജീവന കിറ്റ് കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. 13 തവണ കിറ്റ് കൊടുത്തു. ഇപ്പോൾ കോവിഡിന്റെ അന്തരീക്ഷം മെല്ലെ മെല്ലെ മാറുകയാണ്. കോവിഡിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ആളുകൾ ജനജീവിതത്തിലേക്ക്, അതുപോലെ തൊഴിൽ മേഖലകളിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ഇല്ല. ആ സാഹചര്യം വരുന്ന സമയത്ത് ആലോചിക്കേണ്ട കാര്യമല്ല. ഏത് ദുരന്തഘട്ടത്തിലും സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ മന്ത്രി സൗജന്യ കിറ്റ് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ലെന്നും വ്യക്തമാക്കി. അതേസമയം സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം
തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പിന് ശേഷം ഭക്ഷ്യക്കിറ്റ് നിർത്തുമെന്ന് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ കാര്യമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മൊറട്ടോറിയം ഇല്ല, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കിറ്റില്ല, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഞങ്ങളിത് മുൻകൂട്ടി. 24 കൊച്ചി. ഇപ്പോൾ കിട്ടുന്നൊരു വാർത്തയിലേക്ക്. കേരളത്തിനെതിരെ ബഹുജന പ്രക്ഷോഭവുമായി BJP. സർക്കാരിന് കോടികൾ കൊള്ളയടിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം. കോഴിക്കോട് ഒഴികെ 13 ജില്ലാ കേന്ദ്രങ്ങളിൽ 20-ന് BJP ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. അലക്സ് റാമുമാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, BJP പ്രക്ഷോഭത്തിന് തീരുമാനിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് BJPയുടെ തീരുമാനങ്ങൾ? ഉന്മേഷ്, സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കേരളിനെതിരെ ആദ്യം മുതൽ തന്നെ നിലപാടെടുത്തു പോരുകയാണ് BJP. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സംസ്ഥാനത്തിന് യോജിച്ച പദ്ധതിയല്ല കേരള എന്നാണ് BJP പറയുന്നത്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് സഹസ്ര കോടികൾ കൊള്ളയടിക്കാനുള്ള ഉപാധിയാണ് ഈ പദ്ധതി. അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് BJP കഴിഞ്ഞ കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേരള വിരുദ്ധ സംയുക്ത സമിതി നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഇത് ബാധിക്കുന്ന ആളുകളാണ് അന്ന് ആ സമരത്തിൽ പങ്കാളികളായത്. ആ സമരത്തിൽ കോൺഗ്രസിനൊപ്പം BJPയും ഈ കേരള വിരുദ്ധ സമിതിക്ക് പിന്തുണ അർപ്പിച്ച ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരന്നിരുന്നു. അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ആ സമരത്തിനെത്തിയത് ശ്രദ്ധേയമായിരുന്നു. തൊട്ടു പിന്നാലെയാണ് BJP ഈ വിഷയത്തിൽ സമരം കടുപ്പിച്ച് രംഗത്തെത്തുന്നത്. BJP കേരളിനെതിരെ സമരം ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. നാളെ സംസ്ഥാനത്ത് 13 ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കും, പ്രതിഷേധം സംഘടിപ്പിക്കും. കോഴിക്കോട് ഒഴികെയുള്ള മറ്റു ജില്ലാ കേന്ദ്രങ്ങളാണ് പ്രക്ഷോഭം നടക്കുക. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ജില്ലയിൽ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നിർവഹിക്കും. എന്നാൽ മറ്റന്നാൾ ദിവസം ഞായറാഴ്ച 21-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ ഈ ബഹുജന പ്രക്ഷോഭം അല്ലെങ്കിൽ ബഹുജന സംഗമം സംഘടിക്കും. അതിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കും പങ്കെടുക്കുക. ഈ സമരം ശക്തിപ്പെടുത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ്, സർക്കാരിനെതിരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJPയുടെ തീരുമാനം. ശരി, അലക്സ് റാമുദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. ചായക്കടയിലെ വരുമാനം കൊണ്ട് ലോകസഞ്ചാരം നടത്തിയിരുന്ന വിജയൻ ഇനി ഓർമ്മ. കൊച്ചി കടവന്ത്രയിലെ സഞ്ചാരികളായ ദമ്പതികളിൽ KR വിജയൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തി അധികം വൈകാതെയാണ് ഭാര്യ മോഹനെ കൂടാതെ വിജയന്റെ തനിച്ചുള്ള അന്ത്യയാത്ര. ശ്രീ ബാലാജി കോഫി ഹൗസ് എന്ന പേരിൽ നടത്തിയിരുന്ന ചായക്കടയിലെ ചെറിയ വരുമാനത്തിൽ നിന്ന് 300 രൂപ പ്രതിദിനം മാറ്റിവെച്ചായിരുന്നു വിജയന്റെയും ഭാര്യ മോഹനയുടെയും ലോകയാത്രകൾ. പിതാവിനൊപ്പം ചെറുപ്പത്തിൽ നടത്തിയിട്ടുള്ള ചെറുയാത്രകളാണ് വിജയനെ യാത്രാപ്രേമിയാക്കിയത്. വളർന്നപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും സ്വന്തമായി യാത്ര ചെയ്തു. യാത്ര ഹരമായതോടെ രാജ്യത്തിനുള്ളിൽ തന്നെയായിരുന്നു ആദ്യകാല യാത്രകൾ. 1988-ൽ ഹിമാലയൻ സന്ദർശനം, 2007-ൽ ഈജിപ്തിലേക്ക് ആദ്യ വിദേശയാത്ര, പിന്നീട് US, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ബ്രസീൽ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇരുവരും സന്ദർശനം നടത്തി. ജീവിതം തന്നെ യാത്രകളാക്കി മാറ്റിയ കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഇരുവരും 26 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലും ഈ ലോക സഞ്ചാരികൾ തിളങ്ങി. നമസ്കാരം. അവസാനമായി വിജയനും മോഹനയും യാത്ര ചെയ്തത് റഷ്യയിലേക്കാണ്. റഷ്യൻ സന്ദർശനത്തിന് മുൻപായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇവരുടെ ഹോട്ടൽ സന്ദർശിച്ചിരുന്നു. ഈ ദമ്പതികളുടെ യാത്രാപ്രേമം കേട്ടറിഞ്ഞ് സാക്ഷാൽ അമിതാഭ് ബച്ചൻ വരെയും അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ശ്രീ ബാലാജി കോഫി ഹൗസിന്റെ ചുവരുകൾ നിറയെ വിജയനും മോഹനയും സന്ദർശിച്ച രാജ്യങ്ങളുടെ ചിത്രങ്ങളാണ്. സ്വീഡനും ഡെൻമാർക്കും ഗ്രീൻലാൻഡും ഉൾപ്പെടെ ഇഷ്ടസ്ഥലങ്ങൾ സന്ദർശിക്കണമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് വിജയന്റെ അന്ത്യയാത്ര. 24 കൊച്ചി. 24 വാർത്ത തുടരുകയാണ്. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ, ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. സ്വാമിയേ ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതോടെ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്ന് ഉച്ചവരെ 6500-ലധികം ഭക്തരാണ് മല ചവിട്ടിയത്. 15000-ഓളം പേർ ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 15000-ഓളം പേർ മാത്രമാണ് ദർശനത്തിന് എത്തിയത്. സ്പോട്ട് ബുക്കിംഗ് സൗകര്യമടക്കം ഏർപ്പെടുത്തിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം.
ശബരിമലയിലെ മെസ് നടത്തിപ്പിലും അന്നദാനത്തിലും ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശന നടപടിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ. 2018 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ടെൻഡറിൽ പങ്കെടുക്കാത്തവർക്ക് കരാർ നൽകിയെന്നും വ്യാജൊപ്പിട്ട് കരാറുകാരന്റെ പണം ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പലചരക്കും പച്ചക്കറികളും വാങ്ങിയതിലെ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. 24 ഇമ്പാക്ട്. 2018-2019 കാലയളവിൽ പലചരക്കും പച്ചക്കറിയും വിതരണം ചെയ്ത JP ട്രേഡേഴ്സ് ഉടമ ജയപ്രകാശിന്റെ വ്യാജ ഒപ്പിട്ട് 1 കോടിയിലധികം രൂപയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിൽ 4 ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തി. ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കാനോ മാറ്റി നിർത്തി അന്വേഷണം നടത്താനോ ബോർഡ് തയ്യാറായിരുന്നില്ല. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയപ്രകാശ്, ജൂനിയർ സൂപ്രണ്ടായിരുന്ന വാസുദേവൻ പോറ്റി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ PA സുധീഷ് കുമാർ, ദേവസ്വം ബോർഡ് അംഗത്തിന്റെ PA രാജേന്ദ്ര പ്രസാദ് എന്നിവർക്കെതിരെയാണ് പരാതി ഉയർന്നത്. കുറ്റക്കാരെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനായാലും കർശന നടപടി ഉണ്ടാകുമെന്ന് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ. ഞാൻ വളരെ കൃത്യമായി എൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്ത് വരുമാനമുണ്ടോ ആ വരുമാനത്തിന്, അത് സ്പോൺസർ ആയാലും കൊള്ളാം, ഏത് തരത്തിലായാലും കൊള്ളാം, ആ വരുമാനത്തിലെല്ലാം കൃത്യമായ കണക്കും അതിന് കൃത്യമായ ചെലവ് കണക്കും ഉണ്ടാവണമെന്ന് ഞാൻ കർശനമായി പറഞ്ഞു. ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ മെസ്സിലേക്കും അന്നദാന കൗണ്ടറിലേക്കും പലചരക്കും പച്ചക്കറി സാധനങ്ങളും എത്തിച്ചു നൽകുന്നതിനുള്ള ടെൻഡറിലും ക്രമക്കേട് നടന്നിരുന്നു. 2019-20 കാലയളവിൽ ഈ ടെൻഡറിൽ പങ്കെടുക്കാത്തവർക്ക് കരാർ നൽകിയെന്നും അഴിമതിക്കായി ദേവസ്വം കമ്മീഷണറുടെ അസാന്നിധ്യത്തിൽ നടപടികൾ പൂർത്തിയാക്കിയതിന്റെയും തെളിവുകൾ 24 പുറത്തുവിട്ടിരുന്നു. 24 കൊല്ലം, പത്തനംതിട്ട. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെതിരെ കോൺഗ്രസ്. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ദേവസ്വം വകുപ്പ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് മുഖ്യമന്ത്രി ആലോചിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കെ രാധാകൃഷ്ണൻ വിശ്വാസികളെ അപമാനിച്ചെന്ന് കെ ബാബു MLA പ്രതികരിച്ചു. ഈ മതങ്ങളിലും ദൈവങ്ങളിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുള്ളതുപോലെ തന്നെ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ മതവിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ് എന്നുകൊണ്ട് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളാമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഒരാൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പിൻ്റെ ചുമതല സർക്കാർ ആൾക്ക് ഏൽപ്പിക്കുന്നത് ശരിയാണോ എന്ന് സർക്കാരാണ് ആലോചിക്കേണ്ടത്. ഞാൻ പറയുന്നത് മൗലികവാദമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് മൗലികവാദമല്ല, ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ സമുദായത്തിനും അല്ലെങ്കിൽ ഓരോ മതവിഭാഗങ്ങൾക്കും അവരവരുടേതായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ആ വിശ്വാസത്തെയാണ് വ്രണപ്പെടുത്തിയത്. ശ്രീ രാധാകൃഷ്ണന് വിശ്വാസമില്ലെങ്കിൽ രാധാകൃഷ്ണൻ അവിടെ പോകരുതാമായിരുന്നു. 24 വാർത്ത തുടരുന്നു. തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ തെരുവുനായ കടിച്ച സംഭവത്തിൽ വ്യാപക പരാതി. കുടൽമാല പട്ടി കടിച്ചു വലിക്കുന്നത് കണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദൃശ്യങ്ങൾ നാട്ടുകാർ ചിത്രീകരിച്ചു. ഇക്കാര്യത്തിൽ അധികൃതർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള അവയവാവശിഷ്ടങ്ങൾ മോർച്ചറിക്ക് പുറത്തായിരുന്നു കെട്ടിവെച്ചിരുന്നത്. ഇതാണ് തെരുവ് നായ്ക്കൾ കടിച്ചു വലിച്ചത്. ആശുപത്രിയുടെ പരിസരത്ത് പേയാൻ പാർക്ക് നടത്തുന്ന അബ്ദുൽ ജലീലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ തെരുവ് നായ കടിച്ചു പറിക്കുന്നത് കണ്ടത്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡെഡ് ബോഡിയുടെ കുടൽമാലകൾ ഒരു നായ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാല് അതില് അന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവം. നമ്മളെ കേരളത്തിൽ ഇതുപോലുള്ള അനാസ്ഥകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് സംഭവത്തിനെതിരെ മേഖലയിൽ ഉയരുന്നത്. കണ്ടപ്പം ഞാൻ കൊണ്ടുവന്നതായ ഒരു ബോഡി, അതിന്റെ വേസ്റ്റ്, അയാളെ ചെരുപ്പ് വരെ എനിക്കറിയാം, അതായിരുന്നു അവർ കടിച്ച് കീറിയത്. വീഡിയോയിൽ വ്യക്തമാണല്ലോ. ഞാൻ അപ്പം തന്നെ വീഡിയോ എടുത്തിട്ട് അധികാരികളെ മുമ്പിൽ അറിയിച്ചതാണ്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. മൃതദേഹാവശിഷ്ടങ്ങളല്ല നായി കടിച്ചു വലിച്ചതെന്നാണ് വിശദീകരണം. 24 മലപ്പുറം. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി. പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ ചിത്രം ഇന്നലെ പോലീസ് പുറത്തുവിട്ടിരുന്നു. സഞ്ജിത്തിന്റെ വീട്ടിൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ സന്ദർശനം നടത്തി. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലാത്തതിനെ തുടർന്നാണ് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. പാലക്കാട് SP R വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഇതുവരെ ചോദ്യം ചെയ്ത SDPI പ്രവർത്തകരുടെ മൊഴികൾ വിലയിരുത്തി. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളവരെ വീണ്ടും വിളിച്ചു വരുത്താനും തീരുമാനിച്ചു. പാലക്കാടിന്റെ കിഴക്കൻ മേഖലയായ മുതലമട, കൊഴിഞ്ഞാമ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന തുടരാനും പോലീസ് തീരുമാനിച്ചു. പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവിട്ടെങ്കിലും കാര്യമായ സൂചനകൾ ഇനിയും ലഭിച്ചിട്ടില്ല. അതിനിടെ കേന്ദ്രമന്ത്രി V മുരളീധരൻ കൊല്ലപ്പെട്ട സഞ്ജിത്തിന്റെ വീട് സന്ദർശിച്ചു. കേരള പോലീസ് അന്വേഷിച്ചാൽ ഭീകരവാദ സ്വഭാവമുള്ള കേസുകൾ തെളിയില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. സർക്കാരിന് ഹിഡൻ അജണ്ടയില്ലെങ്കിൽ കേന്ദ്രത്തോട് NIA അന്വേഷണം ആവശ്യപ്പെടണമെന്നും മുരളീധരൻ പറഞ്ഞു. ഭീകരവാദ കേസുകൾ അന്വേഷിക്കാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള ഏജൻസികൾ അന്വേഷിക്കണം.
അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും RSSും NIA ഈ കേസ് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെടുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയും കൊല്ലപ്പെട്ട സഞ്ജിത്തിന്റെ വീട് സന്ദർശിച്ചു. 24 പാലക്കാട്. അനുപമയുടെ കുഞ്ഞിനെ ദത്ത് നൽകിയത് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയെന്ന് മന്ത്രി വീണ ജോർജ്. സർക്കാർ സമയോചിതമായി ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ മന്ത്രിയുടെ പ്രതികരണം മുൻവിധിയോടെ അനുപമ പ്രതികരിച്ചു. അനുപമയുടെ കുഞ്ഞിനെ ദത്തു നൽകിയതിൽ നിയമ നടപടികൾ മുന്നോട്ടു പോവുകയാണ്. സർക്കാർ സമയോചിതമായി ഇടപെട്ടിട്ടുണ്ട്. ഇക്കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയതാണെന്നും നിയമപരമായാണ് ദത്തു നൽകിയ നടപടികൾ പൂർത്തിയാക്കിയതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുഞ്ഞിനെ ദത്ത് നൽകിയ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും നന്നായി തന്നെ, അതായത് സമയോചിതമായി തന്നെ ഇടപെട്ടുകൊണ്ടാണ് സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ഇതിൽ ഇങ്ങനൊരു വിഷയമുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ഓർഡർ നൽകുന്നത് ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. അന്വേഷണം ഇനിയും പൂർത്തിയായിട്ടില്ലെന്നും അതിനിടെ നിയമപരമായാണ് എല്ലാം നടന്നതെന്ന് മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നും അനുപമ പ്രതികരിച്ചു. സമയോചിതമായി സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ തനിക്ക് സമരം ചെയ്യേണ്ടി വരില്ലെന്നും അനുപമ പറഞ്ഞു. സംയോജിതമായിട്ട് ഇടപെട്ടു എന്ന് പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ DGPക്ക്, മുഖ്യമന്ത്രിക്ക്, പിന്നെ CWC, ശിക്ഷേമ സമിതി, അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടും ഒരു കൺസിഡറേഷനും ഇല്ലാതിരുന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ദത്ത് കൊടുക്കുന്നു. അപ്പോൾ അത് എന്ത് സംയോജിതമായിട്ട് ഇടപെടലുണ്ടായി എന്നാണ്. മുഖ്യമന്ത്രി ഇനിയെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രിയുടെ മൗനം ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണെന്നും അനുപമ ആരോപിച്ചു. മതിയായ യോഗ്യതകളില്ലാതെയാണ് ശിശുക്ഷേമ സമിതി സൂപ്രണ്ട് ഷീബയുടെ നിയമനമെന്നും ഇക്കാര്യത്തിൽ കൂടി അന്വേഷണം വേണമെന്നും അനുപമ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.